ഒരു ചൊല്ലുണ്ട്, കെട്ടുപോയ തോപ്പിൽ ചൊട്ടയിലെ വിളഞ്ഞു നിൽക്കുന്ന ചെന്തെങ്ങ്, അങ്ങനെ മറ്റോ ആണത്. വലിയൊരു തോട്ടമാണ്. അന്നെന്തോ അനാവൃഷ്ടിയോ അതിവൃഷ്ടിയോ ഒന്നിനൊക്കെ നശിച്ചുപോയി. 1000 തെങ്ങുണ്ടായിരുന്നു, 1000 തെങ്ങ് നശിച്ചുപോയി. പക്ഷെ അതിലൊരു ചെന്തെങ്ങ് മാത്രം, ചൊട്ടയിലെ നിറച്ച് കൊലകൾ, നിറച്ച് തേങ്ങ. ആ 1000 തെങ്ങുകൾ നശിച്ചു പോയപ്പോഴും ഇത് കണ്ടപ്പോൾ മനസ്സിന് കുളിർമ. ആ പഴഞ്ചൊല്ലിൽ ഏകദേശം രൂപത്തിലെ ചില വ്യത്യാസങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കെട്ടുപോയ തോപ്പിൽ ചൊട്ടയിലെ ഒരു തെങ്ങുമ്പോൾ നിറയെ തേങ്ങ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറയാൻ കാരണം, ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയാം, പേര് പിന്നീട് പറയാം. അദ്ദേഹം ചില കാര്യങ്ങൾ, ഈ ഓണാഘോഷത്തെ സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് റഹ്മത്തുള്ള ഖാസിമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, റഹ്മത്തുള്ള ഖാസിമി. അദ്ദേഹം പറയുന്നത് ഓണവും വേണം, വിഷുവും വേണം, തിരുവാതിരയും വേണം, റംസാനും വേണം, വലിയ പെരുന്നാളും വേണം, ചെറിയ പെരുന്നാളും വേണം, പിന്നെന്താണ് ഗുഡ് ഫ്രൈഡേ, ക്രിസ്മസ് എല്ലാം വേണം. അത് ഇത് ഇവരുടെ അതെത്ര പ്രാകൃതമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, എല്ലാ പെരുന്നാളിനും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കുറച്ചധികം ബിരിയാണി ഉണ്ടാക്കും. എന്നിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുള്ള ഹിന്ദു സഹോദരങ്ങൾ അവർ ബിരിയാണി ഉണ്ടാക്കി ശരിയാവില്ല. ആരോ പറഞ്ഞ പോലെ ഒരു മുട്ട സാമ്പാർ ഉണ്ടാക്കിയാൽ അത് ചിക്കൻ ബിരിയാണിയാവും. ഒരു നായർ പോയിട്ട് ബിരിയാണി ഉണ്ടെങ്കിൽ അത് സാമ്പാറാവും, സാമ്പാറിൻ്റെ മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മുട്ടാന്ന് സന്തോഷത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മറ്റേ മുസ്ലിങ്ങൾ, അപ്പോൾ ഇവർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെയാണ്. ആലുവ കഴിക്കണമെങ്കിൽ ലോകത്തിൽ അമേരിക്കയിലോ റഷ്യയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ ഉത്തര ധ്രുവത്തിലൊന്നും പോയിട്ട് കാര്യമില്ല. ആലുവ വേണമെങ്കിൽ കോഴിക്കോട് പോകണം. കോഴിക്കോട് എവിടെ പോകണം? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയാൽ കിട്ടും. ആ അലുവയാണ് അലുവ. പണ്ട് ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് വളരെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കും. അതെൻ്റെ ഒരു അവകാശമാണത്. അവിടെ ആ ആളുടെ പേരൊക്കെ മറന്നുപോയി. അതേപോലെ ഞങ്ങൾക്ക് ഒരു 80 വയസ്സുണ്ടാവും. അപ്പോൾ എനിക്കൊരു പീസ് ഫ്രീ ആയിട്ട് തരും. എനിക്ക് അവിടെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്നെ വിളിച്ച് തരാറുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ നാക്കിൻ തുമ്പത്തുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട്. തൃപ്പൂണിത്തറ നായന്മാർ വയ്ക്കുന്ന സാമ്പാർ, അതൊരു 1-1.5 സാമ്പാറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹം ബിരിയാണി വയ്ക്കും, ചിക്കൻ ബിരിയാണോ അങ്ങനെ ബിരിയാണി വെച്ച് ചുറ്റുമുള്ള ഹിന്ദു വീടുകൾക്ക് കൊടുക്കും. അതേ കൊടുക്കാൻ സമയം വയ്യ അവർ വരും, വന്നിട്ട് 10 മേ വിളി വെക്കും, എന്താ ചിക്കൻ ബിരിയാണി ആയോന്ന്. അവരന്നവിടെ വെച്ചിട്ടുണ്ടാവില്ല. അത്ര ആ ഒരു എന്താ ഓതപ്രോതം എന്ന് പറയില്ലേ, ഈ മുണ്ടിൻ്റെ ഇഴകൾ കാണുമ്പോൾ ഒരു മുണ്ടാണ്, പക്ഷേ അത് ഇങ്ങനെയും ഉള്ള ഇഴകളെ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ടാൽ തോന്നില്ല. അവിടെ ഓതപ്രോതമായിട്ടുള്ള ഇഴയെടുപ്പം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതില്ലാതാക്കി മാറ്റുന്ന ആരാന്നറിയോ? തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത കുറേ തലയെക്കെട്ടുകൾ ഉസ്താദുമാർ, തെമ്മാടി ഊശാമ്പികൾ. അവർക്ക് അടിമകളെ കിട്ടണം. ആ അടിമകൾ അങ്ങോട്ട് നോക്കരുത്, അടിമകൾ ഇങ്ങോട്ട് നോക്കരുത്. അതുകൊണ്ട് കുതിരയ്ക്ക് ജീനി വെച്ച പോലെ നടക്കണം. കുറേ ശവങ്ങൾ, അവർക്ക് കുറേ ശവങ്ങളെ വേണം. നമ്മൾ മറ്റേ ഇത് കണ്ടില്ലേ, സോംബികൾ എന്ന് പറയും. സോംബികൾ വെച്ചാൽ രക്തമില്ലാത്ത മനുഷ്യന്മാർ ഇങ്ങനെ നടക്കും. അവരാരെങ്കിലും തൊട്ടാൽ അവരും സോംബിയാവും. ഇതുപോലെ തന്നെ ഈ ഉസ്താദ് തെമ്മാടികൾ മുഴുവൻ സോംബികളാണ്, രോഗബാധിതരാണ്. അതുകൊണ്ട് അവർക്കിഷ്ടം രോഗം ബാധിച്ചവരെ ഇഷ്ടം, അവർക്കിഷ്ടം രോഗം ബാധിച്ചവരെ ഇഷ്ടം. എന്ത് രോഗം? മാനവികത ഇല്ലായ്മ എന്ന രോഗം. അതിന് വേണ്ടിയിട്ട് ഓണാഘോഷിക്കരുത്. നിനക്ക് എന്താണ്ടാ നായിൻ്റെ, ഞാൻ പറയണില്ല ഇനി വാക്കുകളൊന്നും, പിന്നെയും പോലീസുകാരും ഇങ്ങോട്ട് വരും. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? ഓണം വരുന്ന സമയത്ത് നിന്നേക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പോലെ നിന്നേക്ക് അതാ ചെയ്യേണ്ട. അല്ല, അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. 3 വർഷവും വളരെ ഒരു ഫക്ക്
അവൻ്റെ പേര് നല്ല പേരാ, ഫക്ക്, സിംഹറുൽ ഫക്ക്. അവനാണ് തുടങ്ങി വെച്ച്. ആ തെണ്ടി ഇപ്പം കാണാനില്ല. ആ തെണ്ടി ഒതുങ്ങി, അവൻ തല താഴ്ത്തിയവൻ. ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് പാട്ട് പാടുന്ന പോലെയാണ് പറയും. നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ തന്നെ ആന വരുന്നുണ്ട്. പക്ഷേ ഇവൻ പറയുമ്പോൾ അങ്ങനെ ഒരു ആന വരുന്നുണ്ട്. എന്ത് വഷളന്മാരാണ് അയാൾ, വഷളൻ സാധനങ്ങൾ. ഇവന് നിനക്കെന്തിൻ്റെ കേടൻ്റെ ഓണത്തിൻ്റെ ഇത് പറഞ്ഞു കയറി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴെങ്കിലും ഇത്രയായിട്ട് പോലും ഏതെങ്കിലും ഒരു ഹിന്ദു, ഏതൊരു സന്യാസി, അല്ലെങ്കിൽ അത് ഹിന്ദു നേതാവ്, അല്ലെങ്കിൽ നമ്മുടെ ശശീര ടീച്ചർ, അല്ലെങ്കിൽ RV ബാബു, അവരാരെങ്കിലും എപ്പോഴെങ്കിലും റംസാൻ്റെ മേലെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? വലിയ പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ മേലെ ഒരു വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? അതാണ് അന്തസ്സ്, അതാണ് സഹിഷ്ണുത. അത് ഹിന്ദുക്കൾക്കുണ്ട്. നിങ്ങൾ ആ സമയമാവുന്ന സമയത്ത് നിങ്ങളുടെ ആളുകളെ, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളുടെ മുണ്ടിൻ്റെ കോന്തലയ്ക്ക് പിടിച്ച് കെട്ടാൻ പറ്റില്ലടാ ഇനിയത്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ആ കുട്ടികൾ അവിടെ ചാടിത്തുള്ളി രസിക്കുകയാണ്. ആരോ പറഞ്ഞു ഓണം കാണണമെങ്കിൽ മലപ്പുറത്ത് വരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അലുവ തിന്നണി കോഴിക്കോട് പോകണം, സാമ്പാർ കഴിക്കണി തൃപ്പൂണിത്തറ പോകണം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഓണം കാണണമെങ്കിൽ എവിടെ പോകണം? മലപ്പുറത്ത് കാണണം. മലപ്പുറത്ത് ഇങ്ങനെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന പെൺകുട്ടികൾ ആടുകയാണ്, പാടുകയാണ്. അവരൊന്നും മറന്നില്ല. അവരെ വാപ്പയുടെ പേര്, അയ്യോ ഞാനേ ഓണാഘോഷത്തിനിടയിൽ വാപ്പയുടെ പേരങ്ങോട്ട് മറന്നുപോയി എന്നവർ പറയൂ. അവരെ പൈതൃകം അവർ മറന്നിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ച് കുട്ടികളില്ലാത്ത ആളാണ്. ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് മക്കളുമില്ല. പക്ഷേ ഈ കുട്ടികളെ വളരെ വരുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് 1000 മക്കൾ ആ കുട്ടികളുടെ പോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിൽ നോക്കും ഇങ്ങനെ ആ നാടിൻ്റെ കുട്ടികളെ മുഖം നോക്കുമ്പോൾ ഇതിലേതാ നല്ല സൗന്ദര്യമുള്ള കുട്ടി? ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിയോ? അല്ല ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമാണ്. അപ്പോൾ ആ കുട്ടിയോ? അതാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്. സൗന്ദര്യം മുഖത്തല്ല, കോങ്കണ്ണിലുള്ളവർക്കും സൗന്ദര്യം ഉണ്ടാകും. സൗന്ദര്യം അകത്താ. എന്തൊരു തിമർപ്പ്, എന്തൊരു പവർഫുള്ളാണ്, എന്തൊരു പവർഫുൾ ഓണാണ് അവർക്കുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി, നിങ്ങൾ മറ്റേ റഹ്മത്തുള്ള കാസ്മി അവർകൾ അദ്ദേഹം പറയുകയാണ് ഹിന്ദു സഹോദരങ്ങൾക്ക് അവർ കൊടുക്കാറുണ്ട്. തിരിച്ച് അവരെല്ലാ ഓണത്തിനും വിഷുവിനും ഞങ്ങൾക്ക് പായസം കൊണ്ടു തരാറുണ്ട്. സദ്യയിലെ വിഭവങ്ങളും അവർ കൊണ്ടുതരാറുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടുകൂടി കഴിക്കാറുണ്ട്. അങ്ങനെ പങ്കിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമ്മൾ വെച്ച്, നമ്മൾ ഉണ്ടാക്കി, നമ്മൾ തന്നെ വിളമ്പി, നമ്മൾ തന്നെ കഴിച്ച്, നമ്മൾ തന്നെ പാത്രം കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? അത് ക്ഷുത്പിമാസുകൾ, അതായത് വിശപ്പ് മാറ്റാനുള്ള ഒരു ഔഷധം മാത്രമാണ്. നേരെ മറിച്ച് ഒരാൾ കൂടിയുള്ള വല്ലപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരുമ്പോൾ അവർ കൂടി വിളമ്പി അപ്പം നിലത്തിരുന്നിട്ടാണ് കഴിക്കുക, മേശപ്പുറത്തിരുന്നല്ല. കഴിക്കുന്ന സമയത്ത് അതിനൊരു സുഖം വേറെയാണ്. അപ്പോൾ അറിയാതെ കുത്തി നിറയ്ക്കും. സാധാരണ കഴിക്കുന്നതിൻ്റെ ഇരട്ടി കഴിക്കും. അപ്പോൾ എല്ലാവരും പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതൊരു സുഖം വേറെയാണ്. ആ സുഖം ഈ തലയെക്കെട്ടത്തെ മടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ളത് മതങ്ങളുടെ ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യമാണ്. അല്ലാതെ മതങ്ങൾ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി അല്ല, എന്തായാലും പറയുക വൈവിധ്യങ്ങളാണുള്ളത്. അവർ തമ്മിലുള്ള ഭിന്നതകളല്ല ഉള്ളത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, കോളേജിൽ പഠിക്കുന്ന കാലത്തിൽ സിനിമ കാണാൻ പോകുമ്പോൾ, ഹോട്ടലുകളിൽ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തിരുന്നല്ലേ കഴിക്കുക. സ്കൂളുകളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ, അവർ പിന്നീടൊരു കാലഘട്ടം വരുന്ന സമയത്ത് നീ മുസ്ലിമാണ്, അവൾ ഹിന്ദുവാണ്. എനിക്കുണ്ടായൊരു സംഭവമാണ്. മണ്ണാർക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകനെ ഒരു RSSൻ്റെ സ്കൂളിൽ കൊണ്ട് ചേർത്തി. അത് RSSൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചേർത്തു. നമ്മൾ ഹിന്ദുക്കളെ ശരി അവിടെ ചേർത്തിയപ്പോൾ കുറേ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുമല്ലോ. 1 മാസം കഴിഞ്ഞ് വന്നിട്ട് പറയാണ്, അച്ഛാ ഈ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണല്ലേ എന്ന്. അപ്പം തന്നെ അതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാറെടുത്ത് ആ മോനെയും കൊണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു, TC വേണമെന്ന് പറഞ്ഞു. അയ്യോ TCയോ? അവിടെ ഒരു നേരം എനിക്ക് അറിയണ്ടാവും TC വേണം. കുട്ടിയോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളല്ലേ എന്ന്. അത് TC വേണം. TC വാങ്ങിച്ചു അദ്ദേഹം. അപ്പം അത് എവിടെയാണെങ്കിലും, ഹിന്ദുവിനകത്താണെങ്കിലും ക്രിസ്ത്യാനിയുടെ അകത്താണെങ്കിലും മുസ്ലിമിൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനത്തെ കുറേ ചവറ് സാധനങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കുട്ടികളെ വഴി തെറ്റിക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്.
ഇവിടെയും അതുണ്ട്. ആ കൂട്ടത്തിനകത്താണ് പൂത്ത് നിൽക്കുന്ന ചൊട്ട ചെറിയ തൈയാണ്, അവിടെ പൂത്ത് നിൽക്കുകയാണ് റഹ്മത്തുള്ള കാസ്മി അവർകൾ. പറയാതിരിക്കാൻ വയ്യ. പിന്നെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഒരു ഹംസറുൽ ഫക്ക് അവനാണ് തുടങ്ങി വെച്ചത്. അവൻ്റെ അമ്മയുടെ, അവൻ്റെ തന്തയുടെ, അവൻ്റെ തള്ളയുടെ, എത്ര തന്തയെന്നറിയില്ല, അവനാണ് ഡിപ്ലോമാറ്റിക്, അവൻ്റെ കോണത്തിൽ ഓണം തുടങ്ങി വെച്ചത്. ഇനിയിപ്പോൾ പിള്ളേരും കൂടെ അടി വാഞ്ചി കെട്ടുന്ന ഗതികേടിലാണ് നിൽക്കുന്നത്. പക്ഷെ അതൊക്കെയും പോയി. ഇവർ കുറേ തെണ്ടിപ്പിള്ളേർ മാത്രം കിടന്നിട്ട് കുരയ്ക്കും. പക്ഷേ ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ അതിഭൂരിഭാഗം അവരുടെ രീതിയിൽ അവർ ഓണം ആഘോഷിക്കുന്നുണ്ട്. ചിലരൊന്നും ആഘോഷിക്കുന്നുമില്ല. അവരത് മൈൻഡ് ചെയ്തിട്ടില്ല. ആരും എതിരും പറയുന്നില്ല. പക്ഷേ ഇത് ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് പേടിച്ച് വിറച്ച് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വേർപിരിഞ്ഞു പോകുന്നുള്ള പേടി കൊണ്ട് ഓണത്തിനെ അധിക്ഷേപിക്കുന്നത്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പം കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം, മതങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല. മതങ്ങൾ തമ്മിൽ എന്തിനാ ബന്ധപ്പെടേണ്ട ആവശ്യം എന്തിരിക്കുന്നു? മതങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ പുസ്തകങ്ങളിലാണ്, ജനങ്ങളിലല്ല. പുസ്തകങ്ങൾക്കകത്തുണ്ട്. ജനങ്ങളുടെ അകത്തെന്താ? ആ പുസ്തകത്തിൽ പറഞ്ഞ എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടോ? ഒന്നുമില്ല. ആയതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം പറഞ്ഞാൽ ഒരു പുസ്തകവും മറ്റേ പുസ്തകവും അതിൻ്റെ പുസ്തകം കൂട്ടിക്കെട്ടിയ മതസൗഹൃദമായി. മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ ഏതാണ്ട് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മബന്ധം ഇന്നും കുറച്ചൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ്. ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. കാരണം അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ വീട്ടിൽ മുമ്പ് പറഞ്ഞ പോലെ പാത്തുമ്മ, ഇപ്പുറത്തെ വീട്ടിൽ പാറുക്കുട്ടി, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ മറിയക്കുട്ടിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ ബലൂണും പിടിച്ച് നക്ഷത്രവും പിടിച്ച് നല്ല ആഹാരം കഴിച്ച് നല്ല ഉടുപ്പിടുമ്പോൾ ഈ കുട്ടികൾക്ക് വല്ലതും അറിയില്ലോ. അപ്പോൾ ഇവരും ആഘോഷിക്കുന്നു. അല്ലാതെ ഒരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ മുസ്ലിങ്ങൾ, വേറെ ഡിസ്ട്രിക്റ്റ് മുഴുവൻ ഹിന്ദുക്കൾ, അവിടെ നടക്കുന്ന ആഘോഷം ഇവർക്കത് ഏൽക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആഘോഷ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ അത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരികയാണ് വാസ്തവത്തിൽ. ഏതായാലും നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹിന്ദുക്കളും സുഹൃത്തുക്കളുടെ വീട്ടിൽ ഓണമാകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലെ പെരുന്നാളിന് അവരിങ്ങോട്ടും പങ്കുചേരുന്നു. ഇപ്പോഴും ഉണ്ട്. അതിൽ അരിശം പൂണ്ടിട്ട് യുവമാരി തലയെ കിട്ടായിരുന്നു പറയുന്നത്. ഇങ്ങനെയുള്ള നിർമ്മലമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ ഇല്ലാതാക്കിയിട്ട് ആഘോഷങ്ങളിൽ പരസ്പരം ഭക്ഷണം പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ വരുന്നത് അടികിട്ടാത്തതിൻ്റെ പോരായ്മയാണ്. ഈ പറയുന്നവൻ അടികിട്ടാത്തതിൻ്റെ പോരായ്മ വാസ്തവത്തിൽ. അവൻ്റെയൊക്കെ എല്ലാ ദ്വാരങ്ങളിൽ കൂടിയും കുന്തം കയറ്റി വയ്ക്കുക വേണ്ടത്. അത് ഒരിക്കലും നമ്മുടെ പാരമ്പര്യമല്ല. അത് ഇവിടുത്തെ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആവിറ്റകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ പോയിട്ട് കുട്ടികളോട് പറയാം, നിങ്ങളുടെ ഉസ്താദുമാർ ആവിറ്റകൾ തൂറികൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കിവിടെ ആഘോഷിക്കാം. ഏതായാലും നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ അത് നല്ലത്. അല്ലാതെ അതിൽ പങ്കെടുക്കരുത്, ഇതിൽ പങ്കെടുക്കരുതെന്നൊക്കെ പറയണത് മ്ലേച്ഛത്തരമാണ്, തുച്ഛമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സഹകരിച്ചും ജീവിക്കും, ക്രിസ്ത്യാനികളും ജീവിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് വേണ്ടത്രയുണ്ട്. ഇവിടെ അമ്പലം പണിയാൻ വേണ്ടി പള്ളിക്കാർ വീട് വിട്ടുകൊടുത്തിട്ടുണ്ട്, സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. തിരിച്ച് അങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. പൊന്നാനി വെളിയങ്കോടിനടുത്ത് പള്ളി പണിയാൻ 3 ഏക്കർ സ്ഥലം നൽകിയത്, അതിൻ്റെ നിർമ്മാണത്തിന് മുന്നിൽ നേതൃത്വം നൽകിയതും CHOYI ചോയി എന്ന് പറയുന്നൊരു ഹൈന്ദവ സഹോദരനാണ്. അമ്പലം പണിയാൻ കണ്ണായിട്ടുള്ള 3 ഏക്കർ സ്ഥലം വിട്ടു നൽകിയത് ഉമർ ഖാസി എന്ന മുസ്ലിം പണ്ഡിതനാണ്. ഇനിയും അതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് മുൻപിൽ നിൽക്കുന്ന ഒരാളാണല്ലോ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ്. അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. ഇപ്പോഴും അദ്ദേഹം സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വാമി അറിഞ്ഞില്ലേ, അയാൾ കള്ളനാട്ടോ, അയാൾ മുസ്ലിം ചാരനാണ്. നമ്മുടെ മുസ്ലിങ്ങളെ കുറ്റം പറയാണ്. തലയാട്ടിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനറിയാം ഇതിൻ്റെ ഉള്ളുകളികൾ, അതിനറിയാം. അപ്പോൾ അവരിന്നും ആ പാരമ്പര്യം
കൊടുക്കൽ വാങ്ങൽ പാരമ്പര്യം അവർ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഏതായാലും കഴിഞ്ഞ 1400 വർഷത്തെ ഭാരതീയ ഇസ്ലാമിക ചരിത്രത്തിൽ ഹിന്ദു സഹോദരങ്ങളുടെ സ്നേഹവും സഹകരണവും ഒരിക്കലും വിസ്മരിക്കാനാവില്ല. എത്ര പ്രസിഡൻറ്റുമാരുണ്ടായിട്ടുണ്ട് ഇവിടെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്, സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ നമ്മളുടെ റിയൽ ഭാരതരത്നം അദ്ദേഹമുണ്ട്, ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. പേരൊക്കെ മറന്നു പോവുകയാണ് വാസ്തവത്തിൽ. അവരിന്ന് പേര് മറക്കാൻ പാടില്ല. ഉന്നതമായിട്ടുള്ള ആ സങ്കേതങ്ങൾ വരെ അവർ കയറി ചെന്നിട്ടുണ്ട്. ക്രിക്കറ്റ് ക്യാപ്റ്റൻ അസറുദ്ദീൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ട്. ഇതൊക്കെ മറ്റുള്ളടത്ത് സംഭവിക്കുന്ന കാര്യമാണോ? എന്നിട്ടും അവർ പറയുന്ന അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ ഹൃദയവേദന അവനവനുണ്ടാകും. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തിരുമേനി അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഇവിടേക്ക് വന്നത്. ഇവിടെ നിറയെ സ്വർണ്ണമായിട്ട് വന്ന് വെതറാൻ വേണ്ടി വന്നതാണോ? വന്ന് പിച്ചത്തേണ്ടി ഇവിടുത്തെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നല്ലേ ഭൂമി സ്വന്തമാക്കിയത്? പറ്റിച്ചെടുത്തതെന്ന് വെറുതെ പറഞ്ഞൂടെ? അതിന് മനസ്സ് വരുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും പറയാം, പറ്റിച്ചെടുത്തതല്ലടാ ഭാരതഭൂമി, പറ്റിച്ചെടുത്തതല്ലേ. എന്നിട്ട് അവിടുത്തെ ഉണ്ടാക്കി ജനപ്പെരുപ്പം വന്ന സമയത്ത് നിങ്ങളല്ലേ ഭാരതമാതാവിൻ്റെ നെഞ്ച് പിളർത്തി 3 മാറ്റിയത്? അത് കഴിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അവരിപ്പോഴും ഇപ്പോൾ കണക്ക് പറഞ്ഞ് ഇവിടെ ജീവിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കണക്കാണ് പറയാനുള്ളത്? നിങ്ങളിവിടെ ജീവിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ഹിന്ദുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലേടാ. ഹിന്ദുവിനെ പറ്റിച്ചിട്ടല്ലടാ നിങ്ങൾ ജീവിക്കുന്നത്. ഹിന്ദുവിനെ കബളിപ്പിച്ചിട്ടല്ലടാ നിങ്ങൾ എപ്പോഴും ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെയും പറയാം, ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെയും പറയാം. പക്ഷെ മനസ്സനുവദിക്കുന്നില്ല എന്ന് മാത്രം. അത്രയും സുഹൃത്തുക്കൾ, നല്ല ആൾക്കാർ. അതുകൊണ്ട് തന്നെ 1400 വർഷം മുമ്പ് അതൊന്നും ആ കഥകൾക്കൊന്നും നമുക്കൊരു പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള തലകെട്ട് ദണ്ഡികൾ തങ്ങളുടെ കീഴാദികൾ അതൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഛർദ്ദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ ആൾക്കാർ ഛർദ്ദിച്ചത് വാരി തിന്ന പോലെ വാരി തിന്നേണ്ട ഗതിയായിട്ട് വരും കേട്ടാ. ഏതായാലും ഹിന്ദുക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കൊരു പുൽക്കൊടി പോലും വളർത്താൻ കഴിയുമായിരുന്നില്ല. ഇന്ന് നാം കാണുന്ന പള്ളികൾ, മദ്രസകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഇരു സമുദായങ്ങളുടെയും പരസ്പര സഹകരണത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈ സമുദായങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചും ആശ്രയിച്ചും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓണത്തിന് ഓണക്കളി പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് പിള്ളേർ പറയും, നിങ്ങളുടെ മറ്റേ കൊലവിളി ഉണ്ടല്ലോ അത് നിർത്താൻ പറയും. എന്തിനാ അന്യോന്യം ചൊറിയാനും മാന്താനും പോണത്? ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്തും, അങ്ങോട്ട് മാന്തിയാൽ ഇങ്ങോട്ട് പുണ്ണാക്കി മാറ്റും. അതല്ലേ അതിൻ്റെ അവസാനത്തെ ഫൈനൽ ഔട്ട്കം? അതല്ലേ അതിൻ്റെ ഉത്തരവാദികൾ? എന്തിനാ നിങ്ങളായി മാറുന്നത്? എന്നിട്ട് അതിൻ്റെ പേരിൽ നെഞ്ചത്തടിച്ച് അയ്യോ പൊത്തോ നിലവിളിക്കുമ്പോൾ ആരാ നിങ്ങളെ താങ്ങാൻ വരിക? ഇതിപ്പോൾ യൂറോപ്പിലും കാണുന്നുണ്ടല്ലോ. അവിടെ അതുപോലെ ആൾക്കാർ കയറി, അവർ അഭയാർത്ഥികളായിട്ട് കയറി, അവർക്കവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തു. പിന്നെ അവർ ഒറ്റക്കെട്ടായിട്ട് മാറി, അവർ കടന്നലുകളെ പോലെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി. എല്ലാത്തിനും തൂക്കി പുറത്തേക്ക് എറിഞ്ഞു. പശ്ചിമേഷ്യത്തെ സ്ഥിതി എന്താണ്? മക്ക മദീന അടക്കമുള്ള പശ്ചിമേഷ്യ സ്ഥിതി എന്താണ്? മാന്തി പറിക്കുകയല്ലേ ഇവിടെ മറ്റേ ഇസ്രായേലികളും അതുപോലെ തന്നെ അമേരിക്കക്കാരും എല്ലാവരും കൂടിയിട്ട്. ഒരർത്ഥത്തിൽ ആദ്യം തോന്നുമോ ഇത് കഷ്ടമാണെന്ന്, ഇപ്പോൾ തോന്നാതായി തുടങ്ങി. അങ്ങനെ തന്നെ വേണം. ഒരു ഊറ്റം അവസാനിക്കണം. പ്രധാനപ്പെട്ട ഊറ്റം മണ്ണിനടിയിൽ പെട്രോളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പെട്രോളിയം കൊണ്ട് അതും പരിപൂർണമായിട്ട് ഇപ്പോൾ ട്രംപ് ഇതുപോലെ തുടരുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ അതിശത്വം അദ്ദേഹത്തിൻ്റെ കയ്യിലായിട്ട് മാറും. അതാണല്ലോ വെനസ്വേലയെ കണ്ടത്. അത്രയായി കഴിഞ്ഞാൽ ഇവരുടെ കൊമ്പൊക്കെ ഒന്ന് താഴും. അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല ഒന്നുകൂടി പറയാനുള്ളത്, ഇവർ ഈ ഹിന്ദുക്കളെ മാറ്റി നിർത്തുമ്പോൾ, ഹിന്ദുക്കളുടെ ഓണം മാറ്റി നിർത്തുമ്പോൾ, ഓണത്തിൻ്റെ കച്ചവടത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെടുന്ന മുസ്ലിം കടകളിൽ നിന്ന് ഒരു തുണ്ട് സാരി അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് പോലും അവരവിടെ നിന്ന് വാങ്ങിക്കരുത്. പച്ചക്കറി അവരെ കടയിൽ നിന്ന് വാങ്ങിക്കരുത്. അവരെയും ഇതുപോലെ തന്നെ പരിപൂർണമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യാൻ ഹിന്ദുക്കൾ പഠിച്ചേ മതിയാകും. നമ്മളിത് പറയും, ഒരാൾ കേട്ടെന്ന് വരും. ആ ഒരാളാ 10 ആളാകുക, ആ 10 ആളാണ് 100 ആളാവുക. ശശീല ടീച്ചറോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ടീച്ചർ ഇങ്ങനെ കിടത്തുള്ളപ്പോൾ ഹിന്ദുക്കളുടെ മുമ്പിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞൊരു കഥയുണ്ട്. സ്വാമിക്ക് അറിയാവുന്നൊരു കഥയായിരിക്കും, അന്നേരം പറയുകയാണ്, ഏത് മലയും നമുക്കൊരു കൈക്കോട്ടും ഒരു മൺവെട്ടിയും ഒരു ചട്ടിയും വെച്ചിട്ട് നമുക്ക് തല്ലി പൊളിക്കാം.
പതുക്കെ 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 നമുക്കൊരു പക്ഷേ ആ വർഷങ്ങളെ കൊണ്ട് 1000 ചട്ടി മണ്ണേ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു വരുള്ളൂ. അതിൻ്റെ തുഞ്ചത്ത് കയറിയെടുക്കുക, അങ്ങോട്ട് കയറണ്ടേ, എന്നിട്ട് മണ്ണ് വെട്ടണ്ടേ, എന്നിട്ട് താഴ്ത്തു കൊണ്ടിടണ്ടേ. അപ്പോൾ ഒരു ജന്മം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ പുറയിൽ 1000 വരും, എൻ്റെ അതിൻ്റെ പുറയിൽ 10,000 വരും. ആ മല ഇല്ലാതായി മാറും. കൃത്യസമയത്ത് സൂര്യനുദിച്ച് സൂര്യകിരണങ്ങൾ നമ്മുടെ ഭൂമിയിലും പതിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സാഹചര്യം സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഹിന്ദുവിൻ്റെ മേലെ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് അങ്ങനൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ അവരെ നയിച്ചാൽ ഇത്രയേ പറയാനുള്ളൂ, നിങ്ങൾ തലവെച്ച് കൊടുക്കുകയാണ്. ഇവിടെയുള്ള നിങ്ങൾ തന്നെ പറയുന്ന വലതുപക്ഷ തീവ്രവാദികൾ, ഹിന്ദു തീവ്രവാദികൾ, അവരുടെ മുമ്പിൽ നിങ്ങൾ തലവെച്ച് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ ദക്ഷിണേന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ പാവപ്പെട്ട അടിമ തൊഴിലാളികളെ, നിങ്ങളുടെ കീഴാദികളെ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികളുടെ മുമ്പിൽ തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ നാക്കുകൊണ്ട് പറയുന്നില്ല. നമസ്കാരം.